In this video, we will discuss plane motion of rigid body. Okay, and the second thing we are going to introduce is instantaneous center of rotational motion. Okay, these two things are the main topics of today's video lecture. Okay, so first we will discuss what is plane motion of rigid body. Okay, plane motion, or it is also known as general plane motion. Okay, general plane motion of rigid body. General plane motion of rigid body. So far we discussed rotational motion, and second one is translational motion. A motion is said to be in rotation or a rotational motion when the particles of the body move along concentric circle. Okay, ഒരു ഒബ്ജക്റ്റ് ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഇപ്പം ഈ ഒരു റിജിഡ് ബാർ ഇത് റൊട്ടേഷൻ ആണെന്ന് എപ്പോഴാ പറയാ? ഇഫ് all the particles of a body move along concentric circles. ഈ ഒരു പോയിന്റിനെ ബേസ് ചെയ്തിട്ടാണ് ഇത് റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ ഈ എല്ലാ പോയിന്റ്സും ഇങ്ങനെ കോൺസെൻട്രിക് സർക്കിൾസ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ, ഇതിലെ എല്ലാ പോയിന്റ്സും ഇത് സെന്റർ ആക്കിയിട്ട് സർക്കിൾ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ we can say that it's a rotational motion. The object is in rotational motion. Okay, if all the particles move along concentric circles, എല്ലാം concentric circles create ചെയ്യുകയാണെങ്കിൽ it is known as rotational motion. Okay, then in translational motion, all the particles forming the body move along parallel paths. ഇതും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. സപ്പോസ് ഇങ്ങനെയൊരു റിജിഡ് ബാർ ഉണ്ടെങ്കിൽ ഇതിലെ ഓരോ പാർട്ടിക്കിളും പാരലൽ പാത്ത്. സപ്പോസ് ദ ഫൈനൽ പൊസിഷൻ ഈസ് ലൈക്ക് ദിസ്. ഇനീഷ്യൽ പൊസിഷൻ ഇവിടെയായിരുന്നു, ഫൈനൽ പൊസിഷൻ ഇവിടെയാണെങ്കിൽ ഇതിലെ ഓരോ പാർട്ടിക്കിളും പാരലൽ പാത്ത് ട്രേസ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ട്രാൻസ്ലേഷണൽ മോഷൻ എന്ന് പറയുന്നത്. So rotational motion means all the particles form concentric circles, and translational motion means all the particles move along parallel paths. And if these paths are straight lines, the motion is known as rectilinear translation. Okay, if all the particles move along straight paths, it is known as rectilinear translation. And if the paths are curved lines, ഇത് ഇങ്ങനെ പോകുന്നതിന് പകരം ഇങ്ങനെ കർവ് ആയിട്ടാണ് പോകുന്നതെങ്കിൽ it is known as curvilinear translation. Okay, ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. rectilinear translation, rectilinear and curvilinear. Okay, now any plane motion which is neither a translation nor a rotation is referred to as a general plane motion. ഇനി നമ്മൾ ഈ ഇന്നത്തെ ടോപ്പിക് ജനറൽ പ്ലെയിൻ മോഷൻ എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും അല്ലാതെ വേറെ ഏതെങ്കിലും ടൈപ്പിലുള്ള മോഷനെ ആണെങ്കിൽ എനി പ്ലെയിൻ മോഷൻ വിച്ച് ഈസ് നെയ്തർ എ ട്രാൻസ്ലേഷൻ നോർ എ റൊട്ടേഷൻ ഈസ് റെഫേർഡ് ടു ആസ് എ ജനറൽ പ്ലെയിൻ മോഷൻ. ഓക്കെ, സോ ജനറൽ plane motion means any plane motion. Plane motion means it's a two-dimensional motion only. We are considering only two-dimensional objects. Any plane motion which is neither a translation nor a rotation is referred to as general plane motion. Okay, ഇതിന്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സപ്പോസ് റോളിംഗ് വിത്തൗട്ട് സ്ലിപ്പിംഗ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഒരു വീല്
സപ്പോസ് നമ്മളൊരു വീല് കൺസിഡർ ചെയ്യുകയാണ്. ഇങ്ങനെ ഒരു വീലുണ്ട്. ഈ വീല് ഇതിൻ്റെ മുകളിൽ കൂടെ റൊട്ടേറ്റ് ചെയ്ത് റോൾ ചെയ്ത് പോവുകയാണ്. റൊട്ടേഷൻ അല്ല, റോൾ ചെയ്യാണ്. സപ്പോസ് ഇത് റോൾ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് അതൊരു ജനറൽ പ്ലെയിൻ മോഷൻ എക്സാമ്പിൾ ആണ്. റോളിംഗ് ആണ്. ഇനീഷ്യലി എവിടെയായിരുന്നു, കുറേ സമയം കഴിഞ്ഞ് ആഫ്റ്റർ സം ടൈം സപ്പോസ് ദ പൊസിഷൻ, ഫൈനൽ പൊസിഷൻ ഈസ് ലൈക്ക് ദിസ്. ഓക്കെ, സോ ഇതിന് ലീനിയർ മോഷനും ഉണ്ട്, റൊട്ടേഷനും നടക്കുന്നുണ്ട്. രണ്ടിന്റെയും കൂടി ഒരു കമ്പൈൻഡ് എഫക്റ്റ് ആണ് ഇവിടെ വരുന്നത്. ആൻഡ് വി ആർ അസ്യൂമിങ് ദാറ്റ് ദർ ഈസ് നോ സ്ലിപ്പിംഗ്. സ്ലിപ്പിംഗ് ഉണ്ടെങ്കിൽ പ്യുവർ പ്ലെയിൻ മോഷൻ എന്ന് പറയാൻ പറ്റില്ല. സോ ദിസ് ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് പ്യുവർ rotational motion, general plane motion. That means rolling without slipping. Rolling without slipping. ഇവിടെ സ്ലിപ്പ് ചെയ്യാൻ പാടില്ല. സ്ലിപ്പില്ലാതെ ഇത് റോൾ ചെയ്യാണ്. ഒരു പോയിന്റിൽ നിന്ന് ഇങ്ങനെ റോൾ ചെയ്ത് പോവുകയാണെങ്കിൽ അതിനെയാണ് ഒരു ജനറൽ പ്ലെയിൻ മോഷനായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, നൗ നമ്മൾ ഇത് ഇങ്ങനെ ഒരു ജനറൽ പ്ലെയിൻ മോഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇതിനെ, സോ ജനറൽ പ്ലെയിൻ മോഷൻ നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ട്രാൻസ്ലേഷണൽ മോഷൻ ആൻഡ് റൊട്ടേഷൻ മോഷൻ. രണ്ടിന്റെയും കൂടി കമ്പൈൻഡ് എഫക്റ്റ് ആണ്. സോ ആദ്യം നമ്മൾ ഇതിനെ രണ്ട് ജനറൽ പ്ലെയിൻ മോഷന് കിട്ടിയാൽ രണ്ട് പാർട്ടാക്കും. ട്രാൻസ്ലേഷണൽ മോഷൻ കൺസിഡർ ചെയ്യും, പ്ലസ് അതിന്റെ കൂടെ റൊട്ടേഷണൽ എഫക്റ്റും കൂടി കമ്പൈൻ ചെയ്യും. സോ യു വിൽ ഗെറ്റ് ദ ഫൈനൽ ടോട്ടൽ പ്ലെയിൻ മോഷൻ. സോ ഫോർ ദ അനാലിസിസ് ഓഫ് ജനറൽ പ്ലെയിൻ മോഷൻ we will split the motion into translation and pure motion of rotation. റൊട്ടേഷനും ട്രാൻസ്ലേഷനും ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഓക്കെ, ആൻഡ് നമ്മൾ ഇതിനെ ഇതിൽ സെപ്പറേറ്റ് ഇക്വേഷൻസും സൊല്യൂഷൻസും ഒക്കെ കണ്ടുപിടിക്കും. ഇതിനെ സെപ്പറേറ്റ് കണ്ടുപിടിക്കും. രണ്ടും കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ദ ഫൈനൽ പൊസിഷൻ. ഓക്കെ, ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു റിജിഡ് ബോഡി കൺസിഡർ ചെയ്തെന്ന് വെച്ചു. ഫോർ എക്സാമ്പിൾ, കൺസിഡർ എ റിജിഡ് ബോഡി ലൈക്ക് ദിസ്. ഇനീഷ്യലി ഇങ്ങനെയായിരുന്നു റിജിഡ് ബോഡീൻ്റെ പൊസിഷൻ. ഓക്കെ, ആഫ്റ്റർ സം ടൈം അതിൻ്റെ ഫൈനൽ പൊസിഷൻ സപ്പോസ് സെയിം ലെങ്ത് ആണ്. ഇതാണ് ലെങ്ത്. ഫൈനൽ പൊസിഷൻ ഇതാണ് ഇനീഷ്യൽ, ഇതാണ് ഫൈനൽ പൊസിഷൻ. ഓക്കെ, ഇതാണ് നമ്മൾ റിജിഡ് ബാർ. ദിസ് ദ റിജിഡ് ബാർ. ഇത് വേണ്ട. ഓക്കെ, സോ ഒരു എ ബി എന്നുള്ളൊരു റിജിഡ് ബാർ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സപ്പോസ് എ ബി ഇസ് ദ റിജിഡ് ബാർ ആൻഡ് ഇറ്റ് ഈസ് moving along a plane. Then suppose at a particular instant, ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റന്റിൽ ഇതാണ് അതിന്റെ പൊസിഷൻ, ഇനീഷ്യൽ പൊസിഷൻ. A1 B1 is the initial position, and after some time the final position is A2 B2. ഓക്കെ, എ ബി എന്നുള്ളൊരു ബാർ ഉണ്ട്. അത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു പെർട്ടിക്കുലർ ഇനീഷ്യലി നമ്മൾ അനാലിസിസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിന്റെ പൊസിഷൻ A1 B1 ആണ്. ഫൈനലി അത് A2 B2 ആയി. ഓക്കെ, സോ ഇത് നമുക്ക് പ്യുവർ റെക്ലീനിയർ മോഷനായിട്ടോ അല്ലെങ്കിൽ പ്യുവർ റൊട്ടേഷണൽ മോഷനായിട്ടോ കൺസിഡർ ചെയ്യാൻ പറ്റില്ല. കാരണം ഇവിടെ ഡിസ്റ്റൻസ് ലീനിയർ മോഷനും ഉണ്ട്, അതേസമയം ഒരു റൊട്ടേഷനും ഉണ്ട്. സോ ഇങ്ങനത്തെ കേസൊക്കെ വരുമ്പോൾ നമ്മൾ ഇതിനെ രണ്ട് പാർട്ടാക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഫസ്റ്റ് വി വിൽ കൺസിഡർ ദ ട്രാൻസ്ലേഷണൽ മോഷൻ ആൻഡ് സെക്കൻഡ് വി വിൽ കൺസിഡർ ദ റൊട്ടേഷണൽ മോഷൻ. അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ A1 to A2 ഇത്രയും ഡിസ്റ്റൻസ് ഇതിന് റെക്ലീനിയർ ട്രാൻസ്ലേഷണൽ മോഷനാണ്, ലീനിയർ മോഷനാണ്, സ്ട്രെയിറ്റ് ലൈൻ മോഷനാണ്. സോ ഇപ്പൊ ഇവിടെ ഞാൻ ഒരു അപ്രോക്സിമേറ്റ്ലി ഒരു ഇൻ ബിറ്റ്വീൻ പൊസിഷൻ കൂടി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതാണ് നമ്മളെ റിജിഡ് ബാർ. സോ ഈ റെഡ് കാണിച്ചത് A2 B2 ഇതിന് പാരലായിട്ട് ഇവിടെ ഒരു പൊസിഷൻ ഞാൻ അസ്യൂം ചെയ്തു. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ A1 B1 സപ്പോസ് ദിസ് പോയിന്റ് ഈസ് സം B1 ഡാഷ്, ഇത് B2 ആണ്. ഓക്കെ, സോ A1 B1 തൊട്ടിട്ട് A2 B1 ഡാഷ് വരെ സ്ട്രെയിറ്റ് ലൈൻ ആണ്. ഇങ്ങനെയായിരുന്നു പൊസിഷൻ ഉണ്ടായിരുന്ന ഒബ്ജക്റ്റ്, നേരെ ഇങ്ങനെ പോയി ഇവിടെ എത്തി.
ഓക്കെ, സോ ഇതിന്റെ ഓരോ പാർട്ടിക്കിൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഏത് പാർട്ടിക്കിൾ എടുത്താലും അതിനെല്ലാം സ്ട്രെയിറ്റ് ലൈൻ മോഷൻ ആണുള്ളത്. സോ വി ക്യാൻ ട്രീറ്റ് ദിസ് മോഷൻ ആസ് എ ട്രാൻസ്ലേഷണൽ മോഷൻ. ഓക്കെ, so from A1 B1 to A2 B1 dash the motion is translation. After that നമുക്ക് എങ്ങനെ കൺസിഡർ ചെയ്യാം, ഈ പോയിന്റ് ഫിക്സ് ചെയ്തിട്ട് ഈ ഒരു ഒബ്ജക്റ്റ് ഇങ്ങനെ ഒരു റൊട്ടേഷണൽ മോഷൻ ആണ് നമുക്ക് അസ്യൂം ചെയ്യാം. ഓക്കെ, സോ ദ സെക്കൻഡ് സ്റ്റേജ് ഈസ് ദ ബോഡി ഈസ് റൊട്ടേറ്റിംഗ് ഫ്രം A2 B1 dash to ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തു. ഓക്കെ, സോ ഈ മോഷൻ നമുക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യാം, ദിസ് മോഷൻ ഈസ് ആക്ച്വലി റൊട്ടേഷണൽ മോഷൻ. സോ ഏത് പ്ലെയിൻ മോഷൻ, ജനറൽ പ്ലെയിൻ മോഷൻ കിട്ടിയാലും നമുക്ക് അതിനെ രണ്ട് സിമ്പിൾ മോഷൻ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് വൺ, ഇവിടെ ഈ കേസിൽ ഫസ്റ്റ് വൺ ട്രാൻസ്ലേഷണൽ മോഷൻ, ഇവിടം തൊട്ടിട്ട് ഇവിടം വരെ ട്രാൻസ്ലേഷണൽ മോഷൻ, അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് റൊട്ടേഷണൽ മോഷൻ. ഓക്കെ, സോ ദിസ് മോഷൻ ഈസ് ആക്ച്വലി എ കോമ്പിനേഷൻ ഓഫ് ഫസ്റ്റ് വൺ ട്രാൻസ്ലേഷണൽ മോഷൻ പ്ലസ് സെക്കൻഡ് വൺ എ റൊട്ടേഷണൽ മോഷൻ. ഇതിന്റെ ട്രാൻസ്ലേഷണൽ മോഷന്റെ ഇക്വേഷൻസ് നമുക്കറിയാം, അതേപോലെ റൊട്ടേഷണൽ മോഷന്റെ ഇക്വേഷനും നമുക്ക് ഓൾറെഡി അറിയുന്നതാണ്. സോ നമുക്ക് അത് വെച്ചിട്ട് ഈ കമ്പൈൻഡ് മോഷൻ സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി വേറൊരു എക്സാമ്പിൾ കൂടി പറയുകയാണെങ്കിൽ, സപ്പോസ് ഇങ്ങനെ ഒരു വോളുണ്ട്, വോളിന്റെ മുകളിൽ ഒരു ലാഡറോ അല്ലെങ്കിൽ ഒരു റിജിഡ് ബാർ ഇങ്ങനെ ചാരി വെച്ചിട്ടുണ്ട്. സോ എ ബി ഈസ് ദ പൊസിഷൻ ആൻഡ് സപ്പോസ് അസ്യൂം ദാറ്റ് ആഫ്റ്റർ സം ടൈം അതിന്റെ പൊസിഷൻ, ഫൈനൽ പൊസിഷൻ ഇങ്ങനെയായി മാറിയെന്ന് വെച്ചു. സെയിം ബാർ സെയിം ലെങ്ത്, ബട്ട് ഫൈനൽ പൊസിഷൻ ഇങ്ങനെയാണ് B1 A1. ഓക്കെ, സോ എഗെയിൻ ഇതിനെ നമുക്ക് രണ്ട് മോഷന്റെ കോമ്പിനേഷൻ ആക്കി എടുക്കാം. AB ഈസ് ദ ഇനീഷ്യൽ പൊസിഷൻ, A1 B1 ഈസ് ദ ഫൈനൽ പൊസിഷൻ. സോ ഇതിനെ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും, സപ്പോസ് ഞാൻ ഇതിനെ ഇവിടം തൊട്ടിട്ട് ഈ AB എന്നുള്ള പൊസിഷനിൽ ഈ A1 വരെ പൊസിഷൻ ഇങ്ങനെ മൂവ് ചെയ്ത് വെച്ചു. ഓക്കെ, ഇതിനെ ഞാൻ ഇങ്ങനെയാണ് ഒരു മോഷൻ കൊടുത്തത് ഫസ്റ്റ്. സോ ഇവിടം തൊട്ടിട്ട് ഈ പൊസിഷൻ തൊട്ടിട്ട് ഇവിടം വരെ എന്തായിട്ട് മാറി, റെക്ലീനിയർ ട്രാൻസ്ലേഷനായി മാറി. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു, ഈ പൊസിഷനെ ബേസ് ചെയ്തിട്ട് ഈ ഒബ്ജക്റ്റ് ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്തു. Okay, so the final position will be A1 B1. So again here also the general plane motion can be considered as a combination of linear translational motion and then rotational motion. Okay, so ഇതില് ഇനി നമുക്ക് ജനറലി വരുന്ന ഒരു കേസ് പ്യുവർ റോളിംഗ് മോഷൻ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു വീൽ അല്ലെങ്കിൽ ഒരു കോയിൻ റോൾ ചെയ്യാണ് വിത്തൗട്ട് സ്ലിപ്പിംഗ്. പ്യുവർ റോളിംഗ് മോഷൻ ഈസ് എ ബെസ്റ്റ് എക്സാമ്പിൾ ഓഫ് ജനറൽ പ്ലെയിൻ മോഷൻ. ഓക്കെ, ഒരു ഒബ്ജക്റ്റ് ഉണ്ട്, അതൊരു സർക്കുലർ റിങ്ങോ അല്ലെങ്കിൽ വീൽ എന്തോ ആണ്, ഒരു വീലുണ്ട്, അത് സ്ലിപ്പ് ചെയ്യാതെ, ഈ പോയിന്റിൽ വെച്ച് സ്ലിപ്പ് ഒന്നും ഇല്ലാതെ പ്യുവർ റോൾ ചെയ്യാണ്. റൊട്ടേഷൻ മാത്രമല്ല, റോളിംഗ് ആണ്. റോളിംഗ് മീൻസ് ഇത് ഡിസ്റ്റൻസും കവർ ചെയ്യുന്നുണ്ട്, അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഈസ് റൊട്ടേറ്റിംഗ് ഓൾസോ. ഓക്കെ, നൗ സപ്പോസ് ഇതിന്റെ സെന്റർ പോയിന്റ് സി ആണെന്ന് വെച്ചോ. സപ്പോസ് ദിസ് പോയിന്റ് ഈസ് എ. ഇത് റോൾ ചെയ്തു, ഇങ്ങനെ റോൾ ചെയ്യുമ്പം ഈ എ എന്നുള്ള പോയിന്റ് ഇങ്ങോട്ട് കവർ ചെയ്യും, അതേസമയം ഒരു ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുകയും ചെയ്യും. സപ്പോസ് ആഫ്റ്റർ സം ടൈം ഇത് റൊട്ടേറ്റ് ചെയ്തിട്ട് പുതിയൊരു പൊസിഷനിൽ എത്തി വെച്ചു. സപ്പോസ് ദിസ് ഇസ് ദ റെഡ് ഇങ്കിൽ കാണിച്ചാണ് ഇതിന്റെ ഫൈനൽ പൊസിഷൻ. ഇനീഷ്യൽ പൊസിഷൻ ഇതാണ്, ഇനീഷ്യൽ പൊസിഷൻ ഇതായിരുന്നു ആ വീലിന്റെ. ദെൻ ഫൈനലി ഈ റെഡ് പൊസിഷനിലെത്തി. സോ എ എന്നുള്ള പോയിന്റ് എന്തായിട്ട് മാറും,
റോൾ ചെയ്യുമ്പോൾ ഇങ്ങോട്ട് പോകും. സോ സപ്പോസ് അസ്യൂം ദാറ്റ് ദിസ് ഇസ് ദ position, new position of A, and this will be another point. Suppose B is the new touching point. Okay, and also C is the center of that body. എല്ലാ റെഡിൽ കാണിക്കാം. ഫൈനൽ പൊസിഷൻ ആയതുകൊണ്ട് റെഡ് കാണിച്ചാൽ B A. Okay, now suppose this distance, the distance traveled by A. So ഇതിന് ഞാൻ S A എന്ന് വിളിച്ചു, the displacement of point A. Okay, now suppose ഇതിന്റെ radius R ആണെന്ന് വിളിച്ചു. The radius of this wheel is R. When a wheel of radius R rolls without slipping along a horizontal straight path, ഇതൊരു സ്ട്രേറ്റ് സർഫസ് ആണ്, സ്ലിപ്പിംഗ് ഒന്നുമില്ല, സ്ട്രേറ്റ് ലൈനിൽ പാസ് ചെയ്യാം. ഈ ഫിഗറിൽ കാണിച്ചാൽ മതി, മൂവ് ചെയ്യാം. ദെൻ നമ്മൾ ഇതിന്റെ മെഷർമെന്റ് നടത്തി നോക്കിയാൽ ഈ ഡിസ്റ്റൻസ്, ദ ഡിസ്റ്റൻസ്, ലീനിയർ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ദ വീൽ, അതായത് എ നിന്ന് ബിയിലേക്കുള്ള ഡിസ്റ്റൻസ് ട്രാവൽ ബൈ പോയിന്റ് എ. ഓക്കെ, ദാറ്റ് വിൽ ബി ഈക്വൽ ടു ദ ആംഗുലർ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ പോയിന്റ് എ. പോയിന്റ് എ ഇനീഷ്യലി ഇവിടെ നിന്നായിരുന്നു, ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇത്രയും ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു. ഓക്കെ, ദാറ്റ് ഈസ്, നിങ്ങൾ ഒരു കോയിൻ എടുത്തിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. സോ വി ക്യാൻ സേ ദാറ്റ് സിൻസ് ദർ ഈസ് നോ സ്ലിപ്പിംഗ്, ലീനിയർ ഡിസ്റ്റൻസ്, സ്ട്രേറ്റ് ലൈൻ ഡിസ്റ്റൻസ് എ ബി വിൽ ബി ഈക്വൽ ടു ആംഗുലർ ഡിസ്റ്റൻസ് എ ബി. ഈ ലീനിയർ ഡിസ്റ്റൻസ് എ ബിയും ഈ ആംഗുലർ ഡിസ്റ്റൻസ് എ ബിയും സെയിം ആയിരിക്കും ഇഫ് ദ വീൽ റൊട്ടേറ്റ്സ് ദ റീൽ റോൾസ് വിത്തൗട്ട് സ്ലിപ്പിംഗ്. ഓക്കെ, സ്ലിപ്പിംഗ് ഒന്നും ഇല്ലെങ്കിൽ ഇതിന്റെ രണ്ടും സെയിം ഡിസ്റ്റൻസ് ആയിരിക്കും. സോ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ലീനിയർ ഡിസ്റ്റൻസിനൂടെ എസ് എ അല്ലെങ്കിൽ പോയിന്റ് സി, നമ്മൾ സപ്പോസ് നമ്മൾ സെൻട്രൽ പോയിന്റ് ആണ് ഇപ്പോൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ എസ് സി, ഡിസ്റ്റൻസ് ട്രാവൽ ബൈ പോയിന്റ് സി, എസ് സി വിൽ ബി ഈക്വൽ ടു ഈ ഡിസ്റ്റൻസ് എങ്ങനെ കിട്ടും? സപ്പോസ് ഇത് റേഡിയസ് നമുക്കറിയാം R ആണ്. വി കൺസിഡർ ദ റേഡിയസ് ഓഫ് ദ വീൽ ആസ്, ഈ റേഡിയസ് R ആണ്. ഈ ആംഗിള് തീറ്റ ആണെങ്കിൽ ഈ കർവ് ഡിസ്റ്റൻസ്, ആംഗുലർ ഡിസ്റ്റൻസ് എ ബി എങ്ങനെ കിട്ടും? ആംഗുലർ ഡിസ്റ്റൻസ് എ ബി ഈസ് ഈക്വൽ ടു R ഇൻറ്റു തീറ്റ ആയിരിക്കും ഫ്രം ബേസിക് മാത്തമാറ്റിക്സ്. ഓക്കെ, സോ ഇവിടെ ജനറൽ പ്ലെയിൻ മോഷൻ ആണ്, കോമ്പിനേഷൻ ആണ്, ഡിസ്റ്റൻസും കവർ ചെയ്യുന്നുണ്ട് അതേസമയം റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. സോ ഇറ്റ്സ് എ ജനറൽ പ്ലെയിൻ മോഷൻ ആണ്. അതിന്റെ സെൻട്രൽ പോയിന്റിലെ വെലോസിറ്റി, ആക്സലറേഷൻ ഒക്കെയാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ വി നോ ദാറ്റ് സിൻസ് ദർ ഈസ് നോ സ്ലിപ്പിംഗ്, ദ ഡിസ്റ്റൻസ്, ലീനിയർ ഡിസ്റ്റൻസ് എ ബി വിൽ ബി ഈക്വൽ ടു ദ ആംഗുലർ ഡിസ്റ്റൻസ് എ ബി. സോ വി ക്യാൻ റൈറ്റ് എസ് സി ഈസ് ഈക്വൽ ടു ആർ തീറ്റ. ഓക്കെ, therefore suppose I want the velocity, the distance traveled, displacement ആണ് കിട്ടിയത്. Now in order to find out velocity, suppose I want velocity of point C, we have to differentiate the displacement with respect to time. So this will be equal to R into d theta by dt. Then d theta by dt means it's our angular displacement by time. It is known as angular velocity. So the velocity of center point is equal to R omega. So displacement of center point SC is equal to R theta. Velocity of center point VC is equal to R omega. And similarly, if you want to calculate acceleration of center point is, we have to differentiate again. Differential of dVC velocity by time is equal to R into d omega by dt. R കോൺസ്റ്റന്റ് ആയതുകൊണ്ടാണ് ഡിഫറൻസിയേഷന് പുറത്തു വരുന്നത്. സോ ഇറ്റ്സ് ഈക്വൽ ടു d omega by dt. ആംഗുലർ വെലോസിറ്റി ബൈ ടൈം ഈസ് ആംഗുലർ ആക്സിലറേഷൻ. ഇതൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. സോ ദ സെൻട്രൽ പോയിന്റ്, ദ ആക്സിലറേഷൻ ഓഫ് സെൻട്രൽ പോയിന്റ് ഈസ് ഈക്വൽ ടു ആർ ആൽഫ. ഓക്കെ, സോ ഈ മൂന്ന് ഇക്വേഷനും ഒന്ന് ഓർമ്മിച്ച് വെക്കുക. ദസ് when a wheel of radius r rotates with angular velocity omega, ഇങ്ങനെ ഒരു വീല് റൊട്ടേറ്റ് ചെയ്യാണ്, അതിന്റെ ആംഗുലർ വെലോസിറ്റി ഒമേഗയാണ്. ദർ ഈസ് നോ സ്ലിപ്പിംഗ് ഫ്രം ദ സർഫസ്. എപ്പോഴും കോണ്ടാക്ട് ഉണ്ട്, ഈ ഒരു പോയിന്റിൽ എപ്പോഴും കോണ്ടാക്ട് വരും, സർഫസിന്റെ മുകളിൽ ഒരു പോയിന്റ് കോണ്ടാക്ട് വരും. ഓക്കെ, ദർ ഈസ് നോ സ്ലിപ്പിംഗ്. ദെൻ ദ ഡിസ്പ്ലേസ്മെന്റ്, വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ ഓഫ് ദ
ജിയോമെട്രിക് സെന്റർ ഓഫ് ദ വീൽ. ഇതിന്റെ സെന്റർ പോയിന്റിന്റെ സി എന്നുള്ള പോയിന്റിന്റെ ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ ടു ആർ തീറ്റ ആയിരിക്കും. സി എന്നുള്ള പോയിന്റിന്റെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ആർ ഒമേഗ ആയിരിക്കും. ആൻഡ് ദ ആക്സിലറേഷൻ ഓഫ് ദ സെന്റർ പോയിന്റ് ഈസ് ആർ ആൽഫ. എപ്പോഴും സെന്റർ പോയിന്റ് മാത്രമാണ്, ബാക്കിയുള്ളത് നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റില്ല, നമ്മൾ വേറെ മെത്തേഡ് യൂസ് ചെയ്യും. ഓക്കെ, സോ ഇതൊന്ന് ഓർമ്മിച്ച് വെക്കുക. ഫോർ എ പ്യുവർ റോളിംഗ് മോഷൻ, for a pure rolling of a wheel of a fixed radius r, and if it rolls without slipping, then the linear displacement is equal to r theta, linear velocity is equal to r omega, and linear acceleration is equal to r alpha. Okay, now in order to solve the problems and in order to find out the velocities etc at different points, ഓക്കെ, ഇതിന്റെ വെലോസിറ്റി ഡിഫറെന്റ് പോയിന്റിലുള്ള വെലോസിറ്റി ഒക്കെ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മളൊരു മെത്തേഡ് യൂസ് ചെയ്യും. ആ മെത്തേഡിനെയാണ് ഇൻസ്റ്റന്റേനിയസ് സെന്റർ ഓഫ് റൊട്ടേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ടോപ്പിക് ഈസ് ഇൻസ്റ്റന്റേനിയസ് സെന്റർ ഓഫ് റൊട്ടേഷൻ. ഓക്കെ, സോ ഈ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ മെത്തേഡ് യൂസ്ഡ് ടു ഫൈൻഡ് ഔട്ട് ദ വെലോസിറ്റി ഓഫ് എ ജനറൽ പ്ലെയിൻ മോഷനിൽ യൂസ് ചെയ്യുന്ന വെലോസിറ്റി അറ്റ് ഡിഫറെന്റ് പോയിന്റ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഇൻസ്റ്റന്റേനിയസ് സെന്റർ ഓഫ് റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, സോ ഇത് സിമ്പിൾ ആണ്. ഇതിന്റെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ, സോ വി നോ ദാറ്റ് ജനറൽ പ്ലെയിൻ മോഷൻ മീൻസ് ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് റൊട്ടേഷണൽ മോഷൻ ആൻഡ് ട്രാൻസ്ലേഷണൽ മോഷൻ. റൊട്ടേഷനും ട്രാൻസ്ലേഷനും രണ്ടും കൂടി ഒരുമിച്ച് വരുന്നതാണ് ജനറൽ പ്ലെയിൻ മോഷൻ എന്ന് പറഞ്ഞാൽ. രണ്ടിന്റെയും കൂടി കോമ്പിനേഷൻ ആണ് ജനറൽ പ്ലെയിൻ മോഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, പ്യുവർ റൊട്ടേഷനും അല്ല പ്യുവർ ട്രാൻസ്ലേഷനും അല്ല, രണ്ടും കൂടി ഒരു കമ്പൈൻഡ് എഫക്റ്റ് ആണ്. ഫോർ എക്സാമ്പിൾ റോളിംഗ്, നമ്മൾ ഡിസ്കസ് ചെയ്ത മാതിരി റോളിംഗ് ഓഫ് എ വീൽ ഈസ് എ ജനറൽ പ്ലെയിൻ മോഷൻ. ഓക്കെ, സോ ഇങ്ങനത്തെ കേസിൽ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു പോയിന്റ് കണ്ടുപിടിക്കും. ഓക്കെ, വി വിൽ ഫൈൻഡ് ഔട്ട് എ പോയിന്റ് ആൻഡ് വി വിൽ അസ്യൂം ദാറ്റ് വിത്ത് റെസ്പെക്ട് ടു ദാറ്റ് പോയിന്റ് ദ ബോഡി ഈസ് ഹാവിംഗ് പ്യുവർ റൊട്ടേഷൻ. ഓക്കെ, സോ ഇങ്ങനെ ഒരു ഒബ്ജക്റ്റ് ഉണ്ട് ഇനീഷ്യലി, അത് ഫൈനലി നേരത്തെ ചെയ്ത മാതിരി ഫൈനൽ പൊസിഷൻ ഇങ്ങനെയായിരുന്നു വെച്ചു. സോ ഇതിൽ ആക്ച്വലി ട്രാൻസ്ലേഷനും ഉണ്ട് റൊട്ടേഷനും ഉണ്ട്. സോ നമ്മളൊരു ഇമാജിനറി പോയിന്റ് കൺസിഡർ ചെയ്യും, ഒരു ഇമാജിനറി പോയിന്റ് അസ്യൂം ചെയ്യും, അല്ലെങ്കിൽ വി വിൽ ജോമെട്രിക്കലി ഫൈൻഡ് ഔട്ട് ആൻ ഇമാജിനറി പോയിന്റ് ആൻഡ് വി വിൽ അസ്യൂം വിത്ത് റെസ്പെക്ട് ടു ദിസ് പോയിന്റ് ദ ഒബ്ജക്റ്റ് ഈസ് ഹാവിംഗ് പ്യുവർ റൊട്ടേഷൻ ഓൺലി. ഇങ്ങനെ ഒരു പ്യുവർ റൊട്ടേഷൻ മാത്രമായിട്ടുള്ള ഒരു പോയിന്റ് കണ്ടുപിടിക്കാൻ പറ്റുവാണെങ്കിൽ ആ പോയിന്റിനെ വിളിക്കുന്ന പേരാണ്, ദാറ്റ് പോയിന്റ് ഈസ് നോൺ ആസ് ഇൻസ്റ്റന്റേനിയസ് സെന്റർ. ഓക്കെ, ഇൻസ്റ്റന്റേനിയസ് സെന്റർ ഓഫ് പ്യുവർ റൊട്ടേഷൻ. അപ്പൊ ഈ പോയിന്റ്, ഈ സെന്റർ പോയിന്റിനെ ബേസ് ചെയ്തിട്ട് ഇതിന് റൊട്ടേഷൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, ഈ ബോഡിക്ക് റൊട്ടേഷൻ മാത്രമേ ഉള്ളൂ നമ്മൾ അസ്യൂം ചെയ്യും. ഇതിനെ വിളിക്കുന്ന പേരാണ് ഇൻസ്റ്റന്റേനിയസ് സെന്റർ. സോ ഇതിന്റെ ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ, the motion of rotation and translation of a body at a given instant can be considered that of pure rotation of the body about a point. ജനറൽ മോഷനിൽ രണ്ടും ഉണ്ടെങ്കിലും നമ്മൾ ഒരു പോയിന്റ് കണ്ടുപിടിച്ചിട്ട് ആ പോയിന്റിനെ ബേസ് ചെയ്തിട്ട് ഈ ഒബ്ജക്റ്റിന് പ്യുവർ റൊട്ടേഷൻ മാത്രമേ ഉള്ളൂ എന്ന് അസ്യൂം ചെയ്യും. ഇതൊരു പർട്ടിക്കുലർ ഇൻസ്റ്റന്റിലാണ്. ആഫ്റ്റർ സം ടൈം ഇതിന്റെ മോഷൻ മാറുന്നതിനനുസരിച്ച് ഈ പോയിന്റും മാറും. സോ the motion of rotation and translation of a body at a given instant can be considered that of pure rotation of the body about a point. This point about which the body can be assumed to be rotating at the given instant is called instantaneous center of rotation. ഈ ഒരു പോയിന്റിനെ ബേസ് ചെയ്തിട്ട് ഈ ഒബ്ജക്റ്റിന് പ്യുവർ റൊട്ടേഷൻ മാത്രമേ ഉള്ളൂ, ആ പോയിന്റിനെയാണ് പ്യുവർ റൊട്ടേഷൻ മാത്രമുള്ള ആ പോയിന്റിനെയാണ് ഇൻസ്റ്റന്റേനിയസ് സെന്റർ ഓഫ് റൊട്ടേഷൻ എന്ന് പറയുന്നത്. ഇനി ഈ പോയിന്റ് എന്നുള്ളത് ഒരു ഫിക്സഡ് പോയിന്റ് ആണ്. ഇതിന്
മൂവ്മെന്റ് ഒന്നുമില്ല. സെന്റർ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഇത് റൊട്ടേറ്റ് ചെയ്യുന്നത്. സോ ഇതിന്റെ വെലോസിറ്റി എപ്പോഴും എന്തായിരിക്കും? ദ വെലോസിറ്റി ഓഫ് ദ ഇൻസ്റ്റന്റേനിയസ് സെന്റർ ഈസ് ഓൾവേസ് 0. സോ ദിസ് പോയിന്റ് ഈസ് ഓൾസോ നോൺ ആസ് ഇൻസ്റ്റന്റേനിയസ് സെന്റർ ഓഫ് 0 വെലോസിറ്റി. ഓക്കെ, ഇതൊരു പെർട്ടിക്കുലർ ഇൻസ്റ്റന്റിലാണ്. ആഫ്റ്റർ സം ടൈം ഈ ഒബ്ജക്റ്റിന്റെ പൊസിഷൻ ഇപ്പൊ വേറൊരു പൊസിഷനിൽ എത്തുമ്പോൾ ഈ ഇൻസ്റ്റന്റേനിയസ് സെന്റർ വേറൊരു പോയിന്റിലെത്തും. ഇങ്ങനെ നമ്മൾ ഓരോ ഇൻസ്റ്റന്റിലെയും ഇൻസ്റ്റന്റേനിയസ് സെന്റർ കാൽക്കുലേറ്റ് ചെയ്ത് മാർക്ക് ചെയ്യുകയാണെങ്കിൽ അതിൽ കൂടെ ഒരു ലൈൻ വരയ്ക്കുകയാണ്. സപ്പോസ് വി draw a line joining all the instantaneous center. ഇനീഷ്യൽ പൊസിഷൻ തൊട്ടിട്ട് ഈ ഒബ്ജക്റ്റ് ഫൈനലി എവിടെയാണ് വന്ന് നിൽക്കുന്നത് ആ ഓരോ ഇൻസ്റ്റന്റിലെയും ഇൻസ്റ്റന്റേനിയസ് സെന്റർ നമ്മൾ മാർക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ലൈനെയാണ് നമ്മൾ സെൻട്രോഡ് എന്ന് പറയുന്നത്. സോ സെൻട്രോഡ് മീൻസ് ദ ലോക്കസ് ഓഫ് all the instantaneous center or the line connecting all the instantaneous center. ഓരോ ഇൻസ്റ്റന്റിലും നമ്മളൊരു പോയിന്റ് കണ്ടുപിടിക്കും. അതെങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഒരു പോയിന്റ് കണ്ടുപിടിക്കും. ആ പോയിന്റിനെ ബേസ് ചെയ്തിട്ട് ഈ ഒബ്ജക്റ്റിന് റൊട്ടേഷൻ മാത്രമേ ഉള്ളൂ നമ്മൾ അസ്യൂം ചെയ്യും. ദെൻ അടുത്ത ഇൻസ്റ്റന്റിൽ നമ്മൾ വേറൊരു പോയിന്റ് ലൊക്കേറ്റ് ചെയ്യും. ആ പോയിന്റിനെ ബേസ് ചെയ്തിട്ട് ഈ ഒബ്ജക്റ്റിന് ആ ഇൻസ്റ്റന്റ് റൊട്ടേഷൻ മാത്രമേ ഉള്ളൂ. സോ ഇൻസ്റ്റന്റേനിയസ് സെന്റർ മീൻസ് ആക്ച്വലി ഒരു ജനറൽ പ്ലെയിൻ മോഷനുള്ള ഒബ്ജക്റ്റിനെ നമ്മൾ റൊട്ടേഷൻ മാത്രമായിട്ട് കൺസിഡർ ചെയ്യാണ്. ഒരു ഫിക്സഡ് പോയിന്റ് കണ്ടുപിടിച്ചിട്ട് ഒരു ഇമാജിനറി പോയിന്റ് ലൊക്കേറ്റ് ചെയ്തിട്ട് ആ പോയിന്റിനെ ബേസ് ചെയ്തിട്ട് ഈ ഒബ്ജക്റ്റിന് റൊട്ടേഷൻ മാത്രമേ ഉള്ളൂ എന്നുള്ളത് അസ്യൂം ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് ഇൻസ്റ്റന്റേനിയസ് സെന്റർ ഓഫ് റൊട്ടേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഓരോ ഇൻസ്റ്റന്റിലെയും മാറിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഇൻസ്റ്റന്റേനിയസ് എന്നുള്ള ടേം വന്നത്. ക്ലിയർ? സോ ദിസ് ഇസ് ദ കൺസെപ്റ്റ് ഓഫ് ഇൻസ്റ്റന്റേനിയസ് സെന്റർ. ഇനി നമുക്ക് ഇത് എങ്ങനെ ലൊക്കേറ്റ് ചെയ്യാന്നുള്ളതും കൂടി ഒന്ന് നോക്കാം. സപ്പോസ് ഒരു ഒബ്ജക്റ്റ് ഉണ്ട്, ഒരു റിജിഡ് ബോഡി ഉണ്ട്. ഇതാണ് റിജിഡ് ബോഡി. A1 B1 is the ഒരു A1 B1 എന്ന് പറഞ്ഞ ഒരു റിജിഡ് ബോഡി ഉണ്ട്. ഇനീഷ്യൽ പൊസിഷൻ ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റന്റിൽ അതിന്റെ പൊസിഷൻ ഇതായിരുന്നു. ദെൻ ഫൈനലി ഈ ഒബ്ജക്റ്റ് സപ്പോസ് റൊട്ടേറ്റ് ചെയ്ത് ദ ഫൈനൽ പൊസിഷൻ ഈസ് ലൈക്ക് ദിസ്. ഇതാണ് ഇതിന്റെ ഈ ഒബ്ജക്റ്റിന്റെ ഫൈനൽ പൊസിഷൻ എന്ന് വിളിച്ചു. ഇതിങ്ങനെ ട്രാവൽ ചെയ്തു ഇവിടെ എത്തി. A1 B1 AB എന്നുള്ള റോഡാണ്. അത് ഇനീഷ്യൽ ഒരു പൊസിഷനിൽ A1 B1 ആണ് മോഷൻ സ്റ്റാർട്ട് ചെയ്തപ്പം ഫൈനലി A2 B2ലെത്തി. ഓക്കെ, സോ A1 B1 ഈസ് ദ ഇനീഷ്യൽ പൊസിഷൻ, A2 B2 ഈസ് ദ ഫൈനൽ പൊസിഷൻ ഓഫ് ദ സെയിം റോഡ്. ഓക്കെ, ഇനി നമുക്ക് ഇത് ജനറൽ പ്ലെയിൻ മോഷൻ ആയതുകൊണ്ട് നേരത്തെ പറഞ്ഞ മാതിരി ഇതിനെ മോഷൻ സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതുവരെ നമുക്ക് ഇങ്ങനെ ഒരു മോഷൻ കൺസിഡർ ചെയ്യാം. ഇതുവരെ ഈ ഒബ്ജക്റ്റിന് ട്രാൻസ്ലേഷണൽ മോഷൻ ആണ്. ഓക്കെ, സോ ഓൾറെഡി നമ്മൾ കഴിഞ്ഞ എക്സാമ്പിൾ പറഞ്ഞു. ഇതിനെ സപ്പോസ് B1 A2 B1 എന്നുള്ളത് ട്രാൻസ്ലേഷണൽ മോഷൻ ആണ്. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് റൊട്ടേഷനുമാണ്. B1 to B2 ദ ബോഡി ഈസ് ഹാവിംഗ് റൊട്ടേഷൻ. ഓക്കെ, ഇനി ഇതിനെ ഇങ്ങനെ കമ്പൈൻ മോഷൻ ഉള്ളതിനെ നമ്മൾ പ്യുവർ ഒരു പോയിന്റ് ഫിക്സ് ചെയ്ത് വെച്ചിട്ട് ഏതെങ്കിലും ഒരു പോയിന്റ് കണ്ടുപിടിച്ചിട്ട് ഇങ്ങനെ ഒരു പോയിന്റ് കണ്ടുപിടിച്ചിട്ട് ആ പോയിന്റിനെ ബേസ് ചെയ്തിട്ട് ഇതിന് റൊട്ടേഷൻ മാത്രമേ ഉള്ളൂ എന്ന് അസ്യൂം ചെയ്യും. ഓക്കെ, ഇനി ആ പോയിന്റ് എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത്. സോ ഇതിന്റെ ജോമെട്രിക് സെന്റർ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇതിന്റെ ഇൻസ്റ്റന്റേനിയസ് സെന്റർ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഈ A1 A2 എന്നുള്ള ലൈനിന്റെയും B1 B2 ഇതാണ് ഇനീഷ്യൽ പൊസിഷൻ, ഇതാണ് ഫൈനൽ പൊസിഷൻ. ഈ B1 B2 ഇത് രണ്ടിന്റെയും കൂടി പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുക. അതായത് ഇതിനെ ഈക്വൽ ഡിവൈഡ് കറക്റ്റ് സെന്റർ എടുക്കുക. A1 B2 എന്നുള്ളതിന്റെ സെന്റർ പോയിന്റ് എടുക്കുക. അവിടെ നിന്ന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ലൈൻ വരയ്ക്കുക. ഓക്കെ, ഇത് 90 ഡിഗ്രി ആണ്. ഡ്രോ ദ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഓഫ് A1 A2.
A1 A2 എന്നുള്ള ലൈനിന്റെ മിഡിൽ പോയിന്റ് നിന്ന് 90 ഡിഗ്രിയിൽ ഒരു ലൈൻ വരയ്ക്കും. സിമിലർലി ഡ്രോ അനദർ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഓഫ് ദ ലൈൻ B1 B2. ഓക്കെ, ഫൈനൽ പൊസിഷൻ B1 ആണ് ഈ പോയിന്റിന്റെ ഇനീഷ്യൽ പൊസിഷൻ, B2 ആണ് ഫൈനൽ പൊസിഷൻ. ഇതിന്റെ കറക്റ്റ് ലെങ്ത് എടുത്തിട്ട് അതിന്റെ സെന്റർ പോയിന്റ് എടുക്കാം. സപ്പോസ് ഇതാണ് സെന്റർ പോയിന്റ് എങ്കിൽ അവിടെ നിന്ന് പെർപെൻഡിക്കുലർ ആയിട്ട് വേറൊരു ലൈനും കൂടി വരയ്ക്കാം. ഓക്കെ, ഈ ആംഗിൾ 90 ഡിഗ്രി. ദെൻ ഈ രണ്ട് ലൈനും ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യും. ഈ പോയിന്റിനെയാണ് നമ്മൾ ഇൻസ്റ്റന്റേനിയസ് സെന്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഈ പോയിന്റിനെ ബേസ് ചെയ്തിട്ട് ഈ ഒബ്ജക്റ്റിന് ആ പെർട്ടിക്കുലർ ഇൻസ്റ്റന്റിൽ റൊട്ടേഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇനി അതെങ്ങനെ ചെക്ക് ചെയ്യുമെന്ന് വെച്ചാൽ റൊട്ടേഷൻ ആണെന്ന് എങ്ങനെ മനസ്സിലാവുമെന്ന് വെച്ചാൽ നിങ്ങൾ കറക്റ്റായിട്ട് ഒരു സ്കെയില് ഇതൊക്കെ വെച്ചിട്ട് ഒന്ന് വരച്ചു നോക്കുക. ദെൻ നമ്മൾ ഈ A1 IC എന്നുള്ള ലൈന് ജോയിൻ ചെയ്യാം. ഓക്കെ, അതേമാതിരി B1 IC എന്നുള്ള ലൈനും ജോയിൻ ചെയ്യാം. ഓക്കെ, സോ A1 B1 IC എന്നുള്ളൊരു ഇങ്ങനെ ഒരു പ്ലെയിന് നമുക്ക് കിട്ടി. ഈ റെഡ് ഷെയ്ഡിലുള്ള ഒരു ട്രയാങ്കുലർ ഷേപ്പ് പ്ലെയിൻ കിട്ടി. ഇനി ഞാൻ ഈ പ്ലെയിനിനെ ഈ A1 B1 IC എന്നുള്ള പ്ലെയിനിനെ ഒന്ന് ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യാന്ന് വെച്ചു. ഓക്കെ, സിമിലർലി നമുക്ക് എന്ത് ചെയ്യാം, ഈ A2 എന്നുള്ള പോയിന്റിൽ നിന്നും B2 എന്നുള്ള പോയിന്റിൽ നിന്നും നമുക്ക് നേരത്തെ ഇതേമാതിരി രണ്ട് പെർപെൻഡിക്കുലർ, ഇതും പെർപെൻഡിക്കുലേഴ്സ് ആണ്, ഇവിടെ നിന്നും ഈ A2 ന്നും ഇങ്ങോട്ട് ജോയിൻ ചെയ്യാം. അതേമാതിരി B2 ന്നും ജോയിൻ ചെയ്യാം. അപ്പൊ ഇവിടെ ഒരു റെഡ് ഷെയ്ഡഡ് പ്ലെയിന് കിട്ടി. ഓക്കെ, ഇനി നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ട്രയാങ്കിൾ A1 B1 IC എന്നുള്ള ഈ റെഡ് ഷെയ്ഡഡ് ട്രയാങ്കിളും A2 B2 IC എന്നുള്ള ഗ്രീൻ ഷെയ്ഡഡ് ട്രയാങ്കിളും കോൺഗ്രുവന്റ് ആയിരിക്കും. കോൺഗ്രുവന്റ് മീൻസ് ഇതിനെ നമ്മൾ ഒന്നായിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് ഇവിടേക്ക് വെച്ചാൽ രണ്ടും എക്സാക്ട് ആയിട്ട് മാച്ച് ചെയ്യും. A1 B1 നമ്മൾ ഈ പോയിന്റിനെ ബേസ് ചെയ്തിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഇവിടെ എത്തിക്കുകയാണെങ്കിൽ A1 B1 I ഇൻസിഡന്റ് സെന്റർ I എന്ന് പേര് കൊടുക്കുക. ഈ പോയിന്റ് I ആണെങ്കിൽ A1 B1 I, അതും A2 B2 ഐയും എക്സാക്ട് ആയിട്ട് മാച്ച് ചെയ്യും. രണ്ടും ഒരേ ഇപ്പം A1 B1 I ഇതാണെങ്കിൽ സപ്പോസ് I A1 B1 ഇങ്ങനെയാണെങ്കിൽ ഇതിന്റെ മുകളിൽ തന്നെ എക്സാക്ട് ആയിട്ട് മാച്ച് ചെയ്യുന്ന വിധത്തിലായിരിക്കും അടുത്ത ഇതും ഉണ്ടാവുക, A2 B2 ഐയും ഉണ്ടാവുക. ഓക്കെ, അതിന്റെ മീനിങ് എന്താ, ഇതിനെ നമുക്ക് കറക്റ്റ് ഈ ഒരു പോയിന്റിനെ ബേസ് ഇങ്ങനെ വരണമെങ്കിൽ ഇവിടെ ഇനീഷ്യലി ഉണ്ടായിരുന്ന സാധനം ഇങ്ങനെ കറക്റ്റായിട്ട് ഇതിന്റെ മുകളിൽ വന്ന് വെക്കണമെങ്കിൽ എന്ത് വേണം, ഈ പോയിന്റിനെ ബേസ് ചെയ്തിട്ട് ഈ സാധനത്തിന് റൊട്ടേഷൻ ആവണം. ഈ ട്രയാങ്കിളിന് നമുക്ക് പ്യുവർ റൊട്ടേഷൻ ആയി മാത്രമേ എക്സാക്ട് ആയിട്ട് ഇതിൽ വന്നിട്ട് മാച്ച് ആവുള്ളൂ. സോ വി ക്യാൻ സേ ദാറ്റ് വിത്ത് റെസ്പെക്ട് ടു ദിസ് പോയിന്റ് ദിസ് ബോഡി ഈസ് ഹാവിംഗ് പ്യുവർ റൊട്ടേഷൻ. സോ ഇങ്ങനെയാണ് ജോമെട്രിക്കലി നമ്മൾ ഇൻസ്റ്റന്റേനിയസ് സെന്റർ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇനി നിങ്ങൾ ഒരു പോയിന്റും കൂടി ഒന്ന് ഓർമ്മിക്കാം. സോ ഇതിന്റെ ഡീറ്റെയിൽഡ് കൺസെപ്റ്റ് വേണ്ട, നമുക്ക് ജസ്റ്റ് ഡീറ്റെയിൽ തിയറി ഒന്നും വേണ്ട, ജസ്റ്റ് ഐഡിയ കിട്ടിയാൽ മതി എന്താണ് ഇൻസ്റ്റന്റേനിയസ് സെന്റർ എന്ന് പറഞ്ഞാൽ. സോ ഇൻസ്റ്റന്റേനിയസ് സെന്റർ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അത് ഒരു ജോമെട്രിക്കലി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ്. ആ പോയിന്റിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒബ്ജക്റ്റിന് പ്യുവർ റൊട്ടേഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ആക്ച്വലി ഒബ്ജക്റ്റിന് റൊട്ടേഷണൽ മോഷനും ട്രാൻസ്ലേഷണൽ മോഷനും ഉണ്ട്. ബട്ട് നമ്മളൊരു പോയിന്റ് കണ്ടുപിടിക്കും, ആ പോയിന്റിനെ ബേസ് ചെയ്തിട്ട് ഇതിന് റൊട്ടേഷൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ ദാറ്റ് പോയിന്റ് ബേസ്ഡ് ഓൺ ദ പോയിന്റ് അറ്റ് വിച്ച് ദ ഒബ്ജക്റ്റ് ഈസ് ഹാവിംഗ് പ്യുവർ റൊട്ടേഷൻ ഈസ് നോൺ ആസ് ഇൻസ്റ്റന്റേനിയസ് സെന്റർ. ഇനി ഈ പോയിന്റ് ഈ പർട്ടിക്കുലർ ഇൻസ്റ്റന്റിൽ ഇവിടെ സ്റ്റേബിൾ ആണ്, അതിന് വെലോസിറ്റി ഒന്നുമില്ല, മൂവ്മെന്റ് ഇല്ല. സോ ഇതിന്റെ വെലോസിറ്റി 0 ആണ്. അതുകൊണ്ട് ഇതിന് ഇൻസ്റ്റന്റേനിയസ് സെന്റർ ഓഫ് 0 വെലോസിറ്റി എന്ന് പറയും. ഓക്കെ, സോ ഇതാണ് ഇൻസ്റ്റന്റേനിയസ് സെന്ററിന്റെ കൺസെപ്റ്റ്. ഇനി നിങ്ങളിപ്പോൾ ഈ പോയിന്റിനെ ബേസ് ചെയ്തിട്ട് ഇതിന് റൊട്ടേഷൻ ആണെന്ന് വിചാരിച്ചു. സോ ഇത് റൊട്ടേറ്റ് ചെയ്യുന്ന പാത്ത് ഇങ്ങനെയാണെന്ന് വെച്ചു, ഇങ്ങനെയാണ്, ഈ ഒരു പാത്തിലാണ് ഇത് റൊട്ടേറ്റ് ചെയ്യുന്നത്. നിങ്ങൾ വരയ്ക്കുമ്പോൾ ഒന്ന് നന്നായിട്ട് വരയ്ക്കാം. അതേമാതിരി ഇത് റൊട്ടേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്, ഇങ്ങനെ ഒരു കർവ് പാത്തിലായിരിക്കും
റൊട്ടേറ്റ്, ഈ പോയിന്റിനെ ബേസ് ചെയ്തിട്ട് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. സോ നമുക്ക് ഈ പോയിന്റിലെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എങ്ങനെ വരും? ഒരു റൊട്ടേഷൻ ആകുമ്പോൾ അതിലെ വെലോസിറ്റി എപ്പോഴും എന്തായിരിക്കും? ഈ ഒരു പാത്തിന് ടാൻജൻഷ്യൽ ആയിരിക്കും അല്ലേ? ദ വെലോസിറ്റി ഓഫ് പോയിന്റ് A1 വിൽ ബി ടാൻജൻഷ്യൽ ടു ദിസ് കർവ്ഡ് പാത്ത്. സോ ഈ ടാൻജൻഷ്യൽ ലൈൻ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ടാൻജൻഷ്യൽ ലൈൻ എന്നുള്ളത് ഈ ലൈനിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. സോ ദ വെലോസിറ്റി വെക്ടർ VA1 ഈസ് ഓൾവേസ് പെർപെൻഡിക്കുലർ ടു ദ ലൈൻ ജോയിനിങ്. A1 എന്നുള്ള പോയിന്റിലെ വെലോസിറ്റി ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ A1 എന്നുള്ള പോയിന്റും ഇൻസ്റ്റന്റേനിയസ് സെന്ററും തമ്മിലുള്ള ലൈനിന് പെർപെൻഡിക്കുലർ ആയിരിക്കും വെലോസിറ്റിന്റെ ഡയറക്ഷൻ. ഓക്കെ. സിമിലർലി പോയിന്റ് A2ലെ വെലോസിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ ഈ ഒരു കർവില് ടാൻജൻഷ്യൽ ആയിരിക്കും. നിങ്ങളൊരു ടാൻജൻഷ്യൽ ലൈൻ വരച്ചു നോക്കാം. ടാൻജൻഷ്യൽ ലൈൻ ആയിരിക്കും. ആ ടാൻജൻഷ്യൽ ലൈൻ VA2 എന്നുള്ള വെലോസിറ്റി ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഇതിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. ദ ഡയറക്ഷൻ ഓഫ് VA2 ഈസ് ഓൾവേസ് പെർപെൻഡിക്കുലർ ടു ദ ലൈൻ ജോയിനിങ് പോയിന്റ് A2 ആൻഡ് ഇൻസ്റ്റന്റേനിയസ് സെന്റർ. A2ഉം ഇൻസ്റ്റന്റേനിയസ് സെന്ററും തമ്മിൽ ജോയിൻ ചെയ്യുന്ന ലൈനിന്, ഈ ഗ്രീൻ ലൈനിന് പെർപെൻഡിക്കുലർ ആയിരിക്കും VA2 ഉണ്ടാവുക. പ്യുവർ റൊട്ടേഷൻ ആയതുകൊണ്ടാണ്. പ്യുവർ റൊട്ടേഷൻ ആണെങ്കിൽ എപ്പോഴും ആ കർവിന് ടാൻജൻഷ്യൽ ആയിരിക്കും. അല്ലെങ്കിൽ ഇപ്പം സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു സർക്കുലർ മോഷൻ ആണെങ്കിൽ ഇത് സെന്റർ പോയിന്റ് ആണെങ്കിൽ ഇപ്പം ഇവിടുത്തെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈ ലൈനിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. സെന്റർ പോയിന്റും ഈ പോയിന്റിലെ വെലോസിറ്റി ആണ് കണ്ടുപിടിക്കേണ്ടെങ്കിൽ അതുമായിട്ട് കണക്ട് ചെയ്യുന്ന ലൈനിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. അതേ കൺസെപ്റ്റ് ഇവിടെ സെന്റർ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റന്റേനിയസ് സെന്റർ ആണ്. ഈ ഇൻസ്റ്റന്റേനിയസ് സെന്ററും ഈ പോയിന്റും തമ്മിൽ കണക്ട് ചെയ്യുന്ന ലൈനിന് പെർപെൻഡിക്കുലർ ആയിരിക്കും വെലോസിറ്റി എന്ന് പറയുന്നത്. ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. ഇത് വെച്ചിട്ടാണ് പ്രോബ്ലം മൊത്തം ചെയ്യാനുള്ളത്. ഈ ഒരു ഐഡിയ കിട്ടിയാൽ മതി. സിമിലർ, സപ്പോസ് വി വാണ്ട് ടു കാൽക്കുലേറ്റ് ദ വെലോസിറ്റി അറ്റ് പോയിന്റ് B1. ഇനി ഡയറക്ട്ലി ഈ ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ലൈൻ വരയ്ക്കാം. ഇത് പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഇതായിരിക്കും വെലോസിറ്റി ഓഫ് B1. B2 ആണ് കണ്ടുപിടിക്കണമെങ്കിൽ ഈ ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ലൈൻ വരയ്ക്കുക, BB2. ഓക്കെ. സോ ഇൻസ്റ്റന്റേനിയസ് സെന്ററും ആ പോയിന്റും തമ്മിൽ കണക്ട് ചെയ്യുന്ന ലൈൻ എടുക്കുക, അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരച്ചാൽ യു വിൽ ഗെറ്റ് ദ ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി അറ്റ് ദാറ്റ് പോയിന്റ്. സോ ഇങ്ങനെയാണ് നമ്മൾ ഇൻസ്റ്റന്റേനിയസ് സെന്റർ ലൊക്കേറ്റ് ചെയ്യുക. അത് വെച്ചിട്ട് വെലോസിറ്റി അറ്റ് ഡിഫറെന്റ് പോയിന്റ്സ് നമ്മൾ കണ്ടുപിടിക്കുന്നു. ഓക്കെ. So suppose I am calculating the velocity of point A1. Okay. അപ്പോൾ പോയിന്റ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഇവിടെ പ്യുവർ റൊട്ടേഷനേ ഉള്ളൂ. സോ പ്യുവർ റൊട്ടേഷൻ ആയതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? V is equal to R omega. ഓക്കെ. പ്യുവർ റൊട്ടേഷന്റെ ഇക്വേഷൻ വെലോസിറ്റി സെന്റർ പോയിന്റ് V at any point is equal to linear velocity is equal to R into omega. സോ ഇവിടെ R എന്ന് പറഞ്ഞാൽ എന്താണ്? റേഡിയസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻസ്റ്റന്റേനിയസ് സെന്ററും ആ പോയിന്റും തമ്മിലുള്ള ഡിസ്റ്റൻസ്. നേരത്തെ ഫിഗർ പറഞ്ഞു, A1 എന്നുള്ള പോയിന്റുള്ള ഡിസ്റ്റൻസ് ഇൻറ്റു ഒമേഗ ആയിരിക്കും. ഓക്കെ. ഇനി നമുക്ക് ഒമേഗയാണ് വേണ്ടെങ്കിൽ ഒമേഗ ഈസ് ഈക്വൽ ടു VA1 ബൈ IA എന്നുള്ള IA1 എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ആയിരിക്കും. ഇങ്ങനെ ഏത് പോയിന്റിലെ വെലോസിറ്റി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സപ്പോസ് പോയിന്റ് ബിയിലെ വെലോസിറ്റി ആണ് വേണ്ടെങ്കിൽ VB1 ഈസ് ഈക്വൽ ടു എന്ത് വരും? ഇൻസ്റ്റന്റേനിയസ് സെന്ററും പോയിന്റ് B1ഉം ജോയിൻ ചെയ്യുന്ന ലൈൻ എടുക്കുക, പെർപെൻഡിക്കുലർ ലൈൻ ആയിരിക്കും. ദെൻ ദ ടോട്ടൽ ആംഗുലർ വെലോസിറ്റി ഒമേഗ ആണെങ്കിൽ, സപ്പോസ് ദ ആംഗുലർ റൊട്ടേഷന്റെ വെലോസിറ്റി ആംഗുലർ വെലോസിറ്റി ഒമേഗ ആണെങ്കിൽ VB1 എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും ഇക്വേഷൻ. ഇങ്ങനെ ഏത് പോയിന്റിൽ വേണമെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സോ ഇവിടെ ഓർമ്മിക്കാനുള്ള പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ the magnitude of velocity of any point. The magnitude of velocity of any point. Magnitude of velocity of any point on a body is proportional to its distance from the instantaneous center. ഇൻസ്റ്റന്റേനിയസ് സെന്റർ ഞാൻ IC എന്നാണ് എടുക്കുന്നത്.
from the instantaneous center and is equal to the angular velocity times the distance. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഏതെങ്കിലും ഒരു പോയിന്റിലെ വെലോസിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ, ഈ പോയിന്റിലെ വെലോസിറ്റി A1 എന്നുള്ള പോയിന്റിലെ വെലോസിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ ദാറ്റ്സ് ഈക്വൽ ടു ആ പോയിന്റും ഇൻസ്റ്റന്റേനിയസ് സെന്ററും തമ്മിലുള്ള ഡിസ്റ്റൻസ് IA1 ഇൻറ്റു ദാറ്റ് ഡിസ്റ്റൻസ് ഇൻറ്റു ആംഗുലർ വെലോസിറ്റി ആയിരിക്കും. അതാണ് ഇപ്പോൾ ഈ സെന്റൻസിൽ പറഞ്ഞത്. ഏത് പോയിന്റിലെ വെലോസിറ്റി ആണോ കണ്ടുപിടിക്കേണ്ടത് ആ പോയിന്റും ഇൻസ്റ്റന്റേനിയസ് സെന്ററും തമ്മിൽ ജോയിൻ ചെയ്യാം. ദെൻ അതേ ഇൻറ്റു ആംഗുലർ വെലോസിറ്റി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് the magnitude of velocity at that point. Then second important point is that the direction of velocity of any point on a body is perpendicular to the line joining that point and the instantaneous center. നേരത്തെ ഞാൻ പറഞ്ഞ കേസ്, ഇപ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റിലെ വെലോസിറ്റി, ഈ പോയിന്റിലെ വെലോസിറ്റിന്റെ ഡയറക്ഷനാണ് കണ്ടുപിടിക്കണമെങ്കിൽ ആ പോയിന്റും ഇതിന്റെ ഇൻസ്റ്റന്റേനിയസ് സെന്റർ, നമ്മൾ ഇൻസ്റ്റന്റേനിയസ് സെന്റർ വെച്ചിട്ട് ഇതാണ് ഇൻസ്റ്റന്റേനിയസ് സെന്റർ എങ്കിൽ ഇൻസ്റ്റന്റേനിയസ് സെന്ററും ജോയിൻ ചെയ്യുക. അതിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ഇതിന്റെ വെലോസിറ്റിന്റെ ഡയറക്ഷൻ വരിക. ഓക്കെ, ദ ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി ഈസ് ഓൾവേസ് പെർപെൻഡിക്കുലർ ടു ദ ലൈൻ ജോയിനിങ് ദാറ്റ് പോയിന്റ് ആൻഡ് ഇൻസ്റ്റന്റേനിയസ് സെന്റർ. ഈ രണ്ട് ലൈൻ, ഈ ലൈനിന് പെർപെൻഡിക്കുലർ ആയിരിക്കും ഇൻസ്റ്റന്റേനിയസ് സെന്റർ വരും. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ പ്യുവർ റൊട്ടേഷനാണ്. ഈ പോയിന്റിനെ ബേസ് ചെയ്തിട്ട് ഈ ഒബ്ജക്റ്റിന് ഇങ്ങനെ റൊട്ടേഷനാണ് വരിക. അപ്പം ടാൻജൻഷ്യൽ വരയ്ക്കും, ഇവിടെ ടാൻജൻഷ്യൽ വരയ്ക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് ഈ ലൈനിന് പെർപെൻഡിക്കുലർ ആവും. ഓക്കെ, ഇത് ശരിക്കും ഒരു റേഡിയസ് പോലെയാണ്. I is equal to r⍵. ഈ ഡിസ്റ്റൻസ് പറഞ്ഞാൽ ആക്ച്വലി ഒരു റേഡിയസ് ആണ്. ഇതാണ് സെന്റർ. ഈ സെന്റർ വെച്ചിട്ട് ഇത്രയും റേഡിയസിൽ ഈ പോയിന്റ് റൊട്ടേറ്റ് ചെയ്യാണ് ആ ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റന്റിൽ. ഓക്കെ, സോ ഈ രണ്ട് പോയിന്റാണ് നമുക്ക് ആവശ്യം പ്രോബ്ലം ചെയ്യാൻ. ഫസ്റ്റ് പോയിന്റ്, സെക്കൻഡ് പോയിന്റ്, ഇത് ഓർമ്മിച്ച് വെക്കാം. ഓക്കെ, ഇനി ഇതിൽ പ്രോബ്ലം വരുന്ന കുറച്ച് കേസസ് ഉണ്ട്, സ്പെഷ്യൽ കേസസ്. അതുകൂടി കഴിഞ്ഞാൽ ഇതിന്റെ തിയറി പാർട്ട് കഴിഞ്ഞു. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാം. സോ ഫസ്റ്റ് കേസ്, ഓക്കെ, സപ്പോസ് ഒരു rigid body, consider a rigid body, and also assume that suppose we know 2 points A and B. ഈ രണ്ട് പോയിന്റ് അറിയാം. ഇതിലെ വെലോസിറ്റി നമുക്ക് അറിയാമെന്ന് വെച്ചു. സപ്പോസ് ദ പോയിന്റ് ബി, ഇവിടുത്തെ വെലോസിറ്റി VB ആണ്, ആൻഡ് ഈ ഒരു പോയിന്റിലെ വെലോസിറ്റി വേറൊരു വെലോസിറ്റി ആയിരിക്കും, VA ആണ്. കാരണം ഇത് ഡിഫറെന്റ് വെലോസിറ്റി ആവാൻ കാരണം പ്ലെയിൻ മോഷൻ ആണ്, റൊട്ടേഷനും ട്രാൻസ്ലേഷനും കോമ്പിനേഷൻ ആണ്. സോ ഓരോ പോയിന്റിലെയും വെലോസിറ്റി ഡിഫറെന്റ് ആണ്. ട്രാൻസ്ലേഷൻ സ്ട്രെയിറ്റ് മോഷൻ ആണെങ്കിൽ എല്ലാ പോയിന്റിലെയും വെലോസിറ്റി സെയിം ആയിരിക്കും. ഓക്കെ, റൊട്ടേഷൻ ആണെങ്കിൽ അതും കോൺസെൻട്രിക് സർക്കിളിൽ വെലോസിറ്റി സെയിം ആയിരിക്കും. ബട്ട് ഇവിടെ കോമ്പിനേഷൻ ആയതുകൊണ്ട് ഓരോ പോയിന്റിലും, ഈ ബോഡിയിൽ ഓരോ പോയിന്റിലും വെലോസിറ്റി ഡിഫറെന്റ് ആയിരിക്കും. ഒന്നുമില്ല മാഗ്നിറ്റ്യൂഡ് ഡിഫറെന്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഡയറക്ഷൻ വ്യത്യാസമായിരിക്കും. സോ ഈ രണ്ട് വാല്യൂവും അതിന്റെ ഡയറക്ഷൻ, ഇത്രയും കാര്യം നമുക്ക് അറിയാമെന്ന് വെച്ചു. ഓക്കെ, ഇത് ശരിക്കും സ്കെയിലൊക്കെ എടുത്തിട്ട് വരച്ചിട്ട് കറക്റ്റ് ആണ്. VA എന്നുള്ള മാഗ്നിറ്റ്യൂഡ് ഈ ലെങ്ത് ആണ്, ഇതിന്റെ ഡയറക്ഷൻ ഇതാണ്. ആൻഡ് സപ്പോസ് VB ഈസ് ദിസ് മച്ച് ആൻഡ് ദിസ് ദ ഡയറക്ഷൻ ഓഫ് VB. ഇത്രയും നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നാണ്. നൗ യു ഹാവ് ടു ലൊക്കേറ്റ് ദ ഇൻസ്റ്റന്റേനിയസ് സെന്റർ ഓഫ് ദിസ് ഒബ്ജക്ട് അറ്റ് ദിസ് പെർട്ടിക്കുലർ ഇൻസ്റ്റന്റ്. ഈ VA BB എന്നുള്ള വെലോസിറ്റി തന്നിട്ടുണ്ട്. രണ്ട് പോയിന്റിലെ വെലോസിറ്റി നമുക്കറിയാം. ഇത് വെച്ചിട്ട് ഇതിന്റെ ഇൻസ്റ്റന്റേനിയസ് സെന്റർ ലൊക്കേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ അതെങ്ങനെ ചെയ്യും? സോ ചെയ്യാൻ സിമ്പിൾ ആണ്. നമുക്കറിയാം ഡയറക്ഷൻ ഓഫ് വെലോസിറ്റിയും ഇൻസ്റ്റന്റേനിയസ് സെന്ററും തമ്മിലുള്ള ലൈൻ എപ്പോഴും എന്തായിരിക്കും?
ഇറ്റ് വിൽ ബി ഓൾവേസ് പെർപെൻഡിക്കുലർ. ഇതാണ് വെലോസിറ്റിന്റെ ഡയറക്ഷൻ. ഇതും ഇൻസ്റ്റന്റേനിയസ് സെന്ററും തമ്മിലുള്ള ലൈന് പെർപെൻഡിക്കുലർ ആയിരിക്കും. സോ ഇൻസ്റ്റന്റേനിയസ് സെന്റർ എവിടെയാണെന്ന് അറിയില്ല. ഡ്രോ വൺ പെർപെൻഡിക്കുലർ ലൈൻ ലൈക്ക് ദിസ്. ഈ വി ബി എന്നുള്ള വെലോസിറ്റിന്റെ ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ലൈൻ വരയ്ക്കും. ഓക്കെ. സിമിലർലി if you consider the point A, here also the direction of velocity, VA ആണ് velocity, ഇതാണ് direction, the direction of VA and the perpendicular, ഈ VAക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ലൈൻ വരയ്ക്കുകയാണെങ്കിൽ അത് ഈ ലൈനിൽ എവിടെയെങ്കിലും ആയിരിക്കും ഇൻസ്റ്റന്റേനിയസ് സെന്റർ ഉണ്ടാവും. സോ ഇങ്ങനെ രണ്ട് പോയിന്റ് കിട്ടിയാൽ ഇതേപോലെ രണ്ട് പെർപെൻഡിക്കുലർ വരയ്ക്കുക, അത് ജോയിൻ ചെയ്യുന്ന ഈ പോയിന്റ് ആയിരിക്കും അതിന്റെ ഇൻസ്റ്റന്റേനിയസ് സെന്റർ. അപ്പൊ നിങ്ങൾക്ക് പ്രോബ്ലത്തിൽ ഇതേപോലെ രണ്ട് വെലോസിറ്റിന്റെ ഡയറക്ഷൻ നമുക്ക് അറിയുമെങ്കിൽ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഡയറക്ഷൻ കണ്ടുപിടിക്കാനുള്ള എന്തെങ്കിലും മെത്തേഡ് തന്നിട്ടുണ്ടാവും. സോ നിങ്ങൾ എന്ത് ചെയ്യാം, ആ ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ട് ലൈൻസ് വരയ്ക്കുക, അത് തമ്മിൽ മീറ്റ് ചെയ്യുന്ന ഈ ഒരു പോയിന്റ് ആയിരിക്കും ഇതിന്റെ ഇൻസ്റ്റന്റേനിയസ് സെന്റർ എന്ന് പറയുന്നത്. ഓക്കെ. സപ്പോസ് we know both the magnitude and direction of velocities at two different points, point A and point B. Then the instantaneous center will be the connecting point or intersecting point of the perpendiculars. Okay. So ഇങ്ങനെയാണ് ഇൻസ്റ്റന്റേനിയസ് സെന്റർ ലൊക്കേറ്റ് ചെയ്യുക. ഇനി അടുത്ത കേസ്. Suppose again consider one rigid body. Okay. Suppose നമ്മളെ കയ്യിൽ രണ്ട് പോയിന്റ് ഉണ്ട്, പോയിന്റ് എ, പോയിന്റ് ബി. സപ്പോസ് ഇവിടുത്തെ ഇതാണ് ഇതിന്റെ വെലോസിറ്റി വി എ. ഇത് കുറച്ച് ലെങ്ത് കൂടുതൽ വരയ്ക്കുക. സപ്പോസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് വി എ ഇസ് ലാർജ് കമ്പയർഡ് ടു ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് വി ബി. ഓക്കെ. ഇതാണ് വി ബി. രണ്ട് വെലോസിറ്റി ഉണ്ട്. ഞാനിത് സ്കെയിലൊക്കെ എടുത്തിട്ടാണ് വരച്ചത്. സപ്പോസ് ഈ വി ബി എന്ന് പറഞ്ഞാൽ ഒരു 5 മീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിൽ ദിസ് ലെങ്ത് ഈസ് ഈക്വൽ ടു 5 സെന്റിമീറ്റർ ആക്കി വരച്ചു. അതേമാതിരി ഇതൊരു 15 ആണെങ്കിൽ ഇതിനെ വി ബി ഈസ് ഈക്വൽ ടു സപ്പോസ് ഒരു 15 മീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിൽ ഇതിനൊരു 15 സെന്റിമീറ്ററിൽ വരച്ചു. ഓക്കെ. നിങ്ങൾ സ്കെയിൽ എടുത്തിട്ട് ആക്ച്വൽ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും വരച്ചു. ആൻഡ് ഓൾസോ ദീസ് ടു വെലോസിറ്റീസ് ആർ പാരലൽ ടു ഈച്ച് അതർ. ഓക്കെ. ഇങ്ങനെ പാരലൽ ആണ്. സോ ഈ കേസിൽ ഇൻസ്റ്റന്റേനിയസ് സെന്റർ എങ്ങനെ ലൊക്കേറ്റ് ചെയ്യും? വി എ ആൻഡ് വി ബി, വി എയും വി ബിയും പാരലൽ ആണ്, ബട്ട് ഹാവിംഗ് ഡിഫറെന്റ് മാഗ്നിറ്റ്യൂഡ് വ്യത്യാസമാണ്, രണ്ടും പാരലൽ ആണ്. സോ ഇവിടെ നിങ്ങൾ പോയിന്റ് എ എന്നുള്ളതിന് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുക, പോയിന്റ് ബി എന്നും പെർപെൻഡിക്കുലർ വരച്ചാൽ ദ പെർപെൻഡിക്കുലർ ലൈൻ വിൽ ബി ലൈക്ക് ദിസ്. ഇങ്ങനെയായിരിക്കും പെർപെൻഡിക്കുലർ ലൈൻ കിട്ടുക. അപ്പൊ നമുക്ക് നേരത്തെ കേസുമാതിരി ഇന്റർസെക്റ്റിംഗ് പോയിന്റ് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഈ ലൈന് രണ്ടും പാരലൽ ആയതുകൊണ്ട് പെർപെൻഡിക്കുലർ ഒരു സിംഗിൾ ലൈനിലായിരിക്കും വരിക. സോ ഇങ്ങനത്തെ കേസിൽ ഇൻസ്റ്റന്റേനിയസ് സെന്റർ ലൊക്കേറ്റ് ചെയ്യുക എങ്ങനെയാന്ന് വെച്ചാൽ ഫസ്റ്റ് ഈ വെലോസിറ്റി വെക്ടറിന്റെ സ്റ്റാർട്ടിംഗ് നിന്ന് ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കും. ഡ്രോ വൺ പെർപെൻഡിക്കുലർ ലൈൻ കണക്ടിങ് ദ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് ദ ടു വെലോസിറ്റി വെക്ടേഴ്സ്. ദെൻ ആഫ്റ്റർ ദാറ്റ് ഈ ടെയിൽ എൻഡ്, ഈ ഫൈനൽ പോയിന്റ് കണക്ട് ചെയ്യുന്ന രീതിയിലും ഈ രണ്ട് ഫൈനൽ പോയിന്റും ജോയിൻ ചെയ്യുന്ന രീതിയിൽ ഒരു ലൈനും കൂടി വരയ്ക്കാം. ഓക്കെ. അത് ഒരു പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യും. ദാറ്റ് പോയിന്റ് വിൽ ബി ദ ഇൻസ്റ്റന്റേനിയസ് സെന്റർ ഓഫ് ദിസ് പെർട്ടിക്കുലർ അറേഞ്ച്മെന്റ്. ഓക്കെ. ഇപ്പൊ ഇത്രേ ചെയ്തുള്ളൂ. ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് പോയിന്റ് വെലോസിറ്റി വെക്ടറിന്റെ സ്റ്റാർട്ടിംഗ് പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കാം. ഈ ഒരു പെർപെൻഡിക്കുലർ ലൈൻ ഇങ്ങനെ വരയ്ക്കും. ഈ ലൈനിൽ എവിടെയാണ് നമുക്ക് ഇൻസ്റ്റന്റേനിയസ് സെന്റർ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. ഈ ലൈനിൽ എവിടെയെങ്കിലും ആയിരിക്കും ഇൻസ്റ്റന്റേനിയസ് സെന്റർ ഉണ്ടാവും. ഇനി അതിന്റെ എക്സാക്ട് പൊസിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഈ വെലോസിറ്റി വെക്ടറിന്റെ ഈ രണ്ട് ഫൈനൽ എൻഡ് ടിപ്പ്, ഈ ലൈൻ പോയിന്റും കൂടി ജോയിൻ ചെയ്യുന്ന വിധത്തിൽ വേറൊരു ലൈൻ വരയ്ക്കുക. അത് രണ്ടും കൂടി മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആയിരിക്കും ഇൻസ്റ്റന്റേനിയസ് സെന്റർ. ഓക്കെ. സോ ഇങ്ങനത്തെ കേസ് വന്നാൽ ഇങ്ങനെയാണ് ഇൻസ്റ്റന്റേനിയസ് സെന്റർ ലൊക്കേറ്റ് ചെയ്യേണ്ടത്. നൗ തേർഡ് കേസ്. Okay, same. Suppose we are having a rigid body. Consider a rigid body and consider 2 points, 2 known points. ഇവിടുത്തെ വെലോസിറ്റി നമുക്കറിയാം. Suppose this velocity is some VB. This is the direction and this length represents its magnitude. നമുക്കെല്ലാം സ്കെയിൽ വെച്ചിട്ടാണ് വരച്ചത്. So now consider another velocity. ഇത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് വിചാരിച്ചു. അനദർ വെലോസിറ്റി വിച്ച് ഈസ് പാരലൽ ടു വി എ, വി ബി പാരലൽ ടു വി ബി ആണ്,
ബട്ട് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഇതാണ് വി എന്റെ ഡയറക്ഷൻ. ഓക്കെ, കൺസിഡർ ടു വെലോസിറ്റി. ഇത് ക്വസ്റ്റ്യനിൽ തന്നതാണ്. വി ബിന്റെ മാഗ്നിറ്റ്യൂഡ് അറിയാം, ഡയറക്ഷൻ അറിയാം. ദിസ് ഇസ് ദ ഡയറക്ഷൻ ഓഫ് വി ബി ആൻഡ് ദിസ് ഇസ് ദ ഡയറക്ഷൻ ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ദിസ് ലെങ്ത് റെപ്രസെന്റ്സ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് വി ബി ആൻഡ് ദിസ് ഇസ് ദ ഡയറക്ഷൻ ഓഫ് വി എ ആൻഡ് ദിസ് കറസ്പോണ്ടിങ് ലെങ്ത് റെപ്രസെന്റ്സ് ദ മാഗ്നിറ്റ്യൂഡ്. ഈ കേസിലും എങ്ങനെ ഇൻസ്റ്റന്റേനിയസ് സെന്റർ ലൊക്കേറ്റ് ചെയ്യുന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. സോ ആസ് യൂഷ്വൽ ഡ്രോ വൺ പെർപെൻഡിക്കുലർ. ഈ രണ്ടിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് നിന്ന് ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരച്ചു വെക്കുക. Okay, so this is the perpendicular line. Now നേരത്തെ ചെയ്ത മാതിരി തന്നെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയതുകൊണ്ട് ഇവിടെ മെത്തേഡ് വ്യത്യാസമൊന്നുമില്ല. ഈ രണ്ട് പോയിന്റ്, ദ ടിപ്പ് എൻഡ് പോയിന്റ് ഓഫ് വെലോസിറ്റി, ഈ വെലോസിറ്റിന്റെ എൻഡ് പോയിന്റ് കണക്ട് ചെയ്യുന്ന രീതിയിലും ഒരു ലൈൻ വരയ്ക്കാം. ഓക്കെ, രണ്ട് എൻഡ് പോയിന്റും കൂടി ജോയിൻ ചെയ്യാം. സോ ഇറ്റ് വിൽ ഇന്റർസെക്ട് അറ്റ് എ particular point. That point will be your instantaneous center. ഈ പോയിന്റ് ആയിരിക്കും ഇതിന്റെ ഇൻസ്റ്റന്റേനിയസ് സെന്റർ. ഇൻസ്റ്റന്റേനിയസ് സെന്റർ ഇവിടെ ഇതിന്റെ ഇടയിലായിരിക്കും, ഇൻ ബിറ്റ്വീൻ പോയിന്റ് എ ആൻഡ് ബി ആയിരിക്കും വരിക. നേരത്തെ കേസിൽ ഇറ്റ് വിൽ ബി അവേ ഫ്രം പോയിന്റ് എ ആൻഡ് ബി. എ ആൻഡ് ബിക്കും പുറത്തുള്ള വേറൊരു ഡിസ്റ്റൻസ് പോയിന്റിലായിരിക്കും ഇത് വരിക. സോ ഈ ഒരു പോയിന്റിനെ ബേസ് ചെയ്തിട്ട് ഒബ്ജക്റ്റിന് പ്യുവർ റൊട്ടേഷൻ ആണ്. ഹിയർ ഓൾസോ ഈ ഒരു പോയിന്റിന്, ഇവിടെയും ഈ ഒരു പോയിന്റിനെ ബേസ് ചെയ്തിട്ട് ഈ ഒബ്ജക്റ്റിന് പ്യുവർ റൊട്ടേഷൻ മോഷൻ ആണ്. ബേസ്ഡ് ഓൺ instantaneous center, the body is having pure rotation. Okay, so ഇത്രയാണ് ഇതിന്റെ കൺസെപ്റ്റ്. ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽ തിയറി നമുക്ക് ആവശ്യമില്ല, ജസ്റ്റ് കൺസെപ്റ്റ് മാത്രമേ നിങ്ങളെ സിലബസ് പറയുന്നുള്ളൂ. സോ ദിസ് ഇസ് ദ കൺസെപ്റ്റ് ഓഫ് ഇൻസ്റ്റന്റേനിയസ് സെന്റർ. Now in the next video we will try to solve some problems with the help of instantaneous center method. Okay.